നമസ്കാരം. നമ്മളിന്ന് മാങ്ങക്കാലം തീരുന്നതിന് മുൻപ് ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ. അപ്പോൾ ആ മാങ്ങ തീരുന്നതിന് മുന്നേ നമുക്ക് ഇത്തിരി ശർക്കര മാങ്ങ ഉണ്ടാക്കി വയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ മാങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്. അതേത് മാങ്ങ എടുക്കാം. ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇത്തിരി വാഴയിലയൊക്കെ വെച്ച് ആ മാങ്ങയൊന്ന് അടച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ എടുത്തു വയ്ക്കുന്ന മാങ്ങ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ മാങ്ങ ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്നെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. ഇത് തണുത്തതിന് ശേഷം ചെത്തിയെടുത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം ചെത്തി നമുക്കതെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മാങ്ങ ഉടഞ്ഞു കിട്ടും. ശർക്കര മാങ്ങ എന്ന് പറയുമ്പോൾ നല്ലപോലെ വരട്ടി എടുത്ത് വെക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ. വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ അങ്ങ് പോകും. അങ്ങനെ എടുത്ത മാങ്ങയാണ് ഇത്. ഇനി നമുക്കിതിനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മുറിച്ചെടുത്ത കഷ്ണങ്ങളാണിത്. ഇനി നമുക്കതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണ എന്ന് വെച്ചാൽ എള്ളെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇടുന്നുണ്ട്. അതും ഒന്ന് മൂക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ സാധനമായ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനിയും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ ഒപ്പം ഇത്തിരി വെള്ളം പോരായ്കയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ആ ശർക്കരപ്പാനിയുടെ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അരപ്പ് കിട്ടും. അതിനാവശ്യമായ ഉപ്പും ചേർത്ത് മസാലയൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ഞാൻ ചേർക്കുന്നുണ്ട്. വെളുത്ത എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. മസാല തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുത്തു. മാങ്ങയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് വരട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത മാങ്ങയുണ്ട് നന്നായിട്ട് വരണ്ട് കിട്ടും. അത് വരണ്ട് തിളച്ച് വന്നപ്പോൾ നമുക്കതിനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മസാലയെല്ലാം ഈ മാങ്ങയുടെ അകത്ത് കയറി പിടിച്ച് വരണ്ടിരിക്കും. അതിലേക്കൊരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ കുപ്പിയായിരിക്കണം. വെള്ളമയം ഒട്ടുമില്ലാത്തൊരു കുപ്പിയിലേക്ക് കോരി പകർത്തി മാറ്റി വെച്ചാൽ മാങ്ങയൊന്നുമില്ലാത്ത, ഇനി അങ്ങോട്ട് മഴക്കാലമൊക്കെ വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതും കൂട്ടി ഊണ് കഴിക്കുകയോ ബിരിയാണിയുടെ കൂടെ കഴിക്കുകയോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയോ എന്ത് വേണം